ആലപ്പുഴ വണ്ടാനത്ത് സുകുമാരക്കുറുപ്പിൻ്റെ നിർമ്മാണത്തിലിരുന്ന ബംഗ്ലാവിന് മുന്നിലാണ് ഞാനുള്ളത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇരുനില ബംഗ്ലാവായിരുന്നു അന്ന് പണിതിരുന്നത്. 1984 ഈ ഫിലിം റെപ്രസെൻറ്റേറ്റീവായ ചാക്കയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനായിരുന്നു. സുകുമാരക്കുറുപ്പ് വിദേശത്തു നിന്നുള്ള ഇൻഷുറൻസ് തുക തട്ടിയെടുത്തതിന് ശേഷം ഈ വീടുൾപ്പെടെ പൂർത്തിയാക്കാനായിരുന്നു സുകുമാരക്കുറുപ്പിൻ്റെ അന്നത്തെ ആലോചനയെന്ന് പോലീസ് പിന്നീട് കണ്ടെത്തിയിരുന്നു. എന്തായാലും ഇപ്പോൾ ഇത് ആ കൊലപാതകത്തിൻ്റെ ആ ക്രൂരകൃത്യത്തിൻ്റെ സ്മാരകമായി ഇവിടെ അവശേഷിക്കുകയാണ്. 80കളിലെ നിർമ്മാണത്തിൻ്റെ പ്രൗഢി വിളിച്ചൊതുന്ന ആഡംബര ബംഗ്ലാവായിരുന്നു. മുകളിലും താഴെയുമായി 6ഓളം നിലകളുണ്ട്. എന്തായാലും പിന്നീട് ഇപ്പോൾ വർഷങ്ങളായി ഇതിങ്ങനെ കിടക്കുകയാണ്. 4 പതിറ്റാണ്ടോളമായി ഇങ്ങനെ ഈ വീട് നശിച്ചു പോവുകയാണ്. എന്തായാലും പ്രദേശവാസിയായ അബ്ദുൽ സലാം എന്ന കട നടത്തുന്ന ആൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ഈ വീടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാനതിന് ശേഷം എത്തിയ ആളാണ്. ഞാൻ വന്നിട്ടൊരു 20-22 കൊല്ലമായി. പക്ഷെ അപ്പോൾ തന്നെ പറഞ്ഞു കേൾക്കുന്നത് ഇവിടെ ഇത്രയും വലിയ വീട് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തും ഇതൊരു അതിശയം തന്നെയാണ്. കാരണം 2 നിലയായിട്ട് ഇതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമും കൺസീൽഡ് വയറിങ്ങും പിന്നെ ഇങ്ങനെ കാർ പോർച്ചും ഒക്കെ ആയിട്ടൊരു വീട് എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും 82-ലാണ് പണി തുടങ്ങിയെന്നാണ് പറഞ്ഞു. അപ്പോൾ അന്നുള്ളവർ പലരും പറഞ്ഞു കേട്ടിരിക്കുന്നത് അന്നും ഇന്നും ഇതൊരു പ്രൗഢിയായ വീട് തന്നെയാണ്. പിന്നെ ഇവിടെ കോളേജിൻ്റെ പരിസരമൊക്കെ ആയത് കാരണം ഒരുപാട് പേര് വന്ന് കാണുകയും ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ കേസ് വീണ്ടും ചർച്ച ചെയ്യുമ്പോൾ ആളുകൾ വീണ്ടും വരാറുണ്ട്. ഒരു വേള ഈ കുറുപ്പ് സിനിമ ഇറങ്ങിയ സമയത്ത് നിരവധി ചാനലുകളും ആൾക്കാരും ഒക്കെ വന്നിരുന്നു. ഇപ്പോൾ വീണ്ടും ചർച്ചയായപ്പോൾ ഇപ്പോൾ 1-2 ചാനലുകളും ആൾക്കാരും വരുന്നുണ്ട്. പലരും ഇതുവഴി പാസ് ചെയ്യുമ്പോൾ വണ്ടാനത്ത് ഇങ്ങനെ ഒരു വീടുണ്ടെന്ന് അറിയുകയും വന്ന് നോക്കുകയൊക്കെ ചെയ്യാറുണ്ട്. എന്തായാലും ഈ വീട് കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് പഞ്ചായത്തിലേക്ക് ഏറ്റെടുക്കാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിരുന്നു. വില്ലേജ് ഓഫീസ് ആക്കാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിരുന്നു. പക്ഷേ അത് ഇതുവരെയും പൂർത്തിയായിട്ടില്ല. സ്ഥലം സർക്കാരിൻ്റെ പേരിലേക്ക് മാറ്റുന്നതിലുള്ള ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും സുകുമാരക്കുറുപ്പ് കേസ് വീണ്ടും ചർച്ചയാകുമ്പോൾ ഏറെ ശ്രദ്ധിക്കപ്പെടുകയാണ് വണ്ടാനത്തെ സുകുമാരക്കുറുപ്പിൻ്റെ പണിതീരാത്ത വീട്. ലേഷ് കാഞ്ഞികാവിനൊപ്പം ജോസി ബാബു, മീഡിയ 1, ആലപ്പുഴ.